കല്യാണത്തിന് മുമ്പ് വരെ എന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. എപ്പോഴും ചിരിച്ച് കളിച്ചു നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. എല്ലാവരോടും സ്നേഹം മാത്രം. ദേഷ്യം എന്ന് പറയുന്ന സാധനം എൻ്റെ വഴിക്കൂടെ പോയിട്ടില്ല. പക്ഷെ എന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞോ അന്നത്തോടെ എൻ്റെ സ്വഭാവം മാറി. അതിന് കാരണക്കാർ ഇവരാ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരൻസ്. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ദിവ്യ എന്നൊരാൾ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഇന്ന് ദിവ്യയുടെ സ്റ്റോറിയാണ്. ഇതൊരു ട്രൂ സ്റ്റോറിയാണ്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം കാർത്തിക, സൈക്കോളജിക്കൽ കൗൺസിലർ ആൻഡ് സൈക്യാട്രിക് സോഷ്യൽ വർക്കർ. ദിവ്യയുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ, ഞാനിത് അനലൈസ് ചെയ്തപ്പം എനിക്ക് തോന്നിയത്, എൻ്റെ അടുത്ത് ഇതുവരെ കൗൺസിലിങ്ങിന് വന്നിട്ടുള്ള ഒട്ടുമിക്ക സ്ത്രീകളും ഒരുപോലെ ഷെയർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇതിൽ ദിവ്യ എന്നോട് പറഞ്ഞ സ്റ്റോറി ഇങ്ങനെയായിരുന്നു. ദിവ്യ ഒരു എറണാകുളത്തെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നതൊക്കെ. പഠിക്കാനൊക്കെ വളരെ മിടുക്കിയായിരുന്നു. PG വരെ പഠിച്ചിട്ടുണ്ട്. പഠനവുമായിട്ട് ബന്ധപ്പെട്ട ജോലിയുമുണ്ട്. എല്ലാവരോടും നല്ല സ്നേഹത്തോടെ പെരുമാറുന്ന ഒരാളാണ്. ആൾക്ക് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുട്ടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ആ ഒരു ടൈപ്പ്. ദിവ്യയ്ക്ക് അച്ഛനും അമ്മയുണ്ട്, ഒരനിയനുണ്ട്, അനിയത്തിയുണ്ട്. എല്ലാവരും പഠിക്കുന്ന കുട്ടികൾ. ദിവ്യയാണ് വീട്ടിലെ മൂത്തത്. അവൾക്ക് കല്യാണം കഴിക്കുമ്പം 23 വയസ്സുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞതോടെയാണ് ദിവ്യയുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ചത്. അതായത് ഈ പറയുന്ന എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ചിരിച്ച് കളിച്ച് നടന്ന പെൺകുട്ടിയുടെ ജീവിതം നേരെ തല കീഴായി മറിഞ്ഞു. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ദിവ്യ എന്നോട് പറഞ്ഞ എങ്ങനെയാണ്, ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെയാണ് കല്യാണം കഴിച്ചത്. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഒരുപാട് പ്രതീക്ഷയോടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു 20 കിലോമീറ്റർ മാറിയ ഒരു സ്ഥലത്താണ് എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടത്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്. ഹസ്ബൻഡിന് ഒരു പെങ്ങളുണ്ട്. പെങ്ങൾ വിദേശത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ കയറി ചെന്നു. ഒരുപാട് പ്രതീക്ഷയോടെ കയറി ചെല്ലുന്നു. എല്ലാ പെൺകുട്ടികൾക്കും ഉള്ള പ്രതീക്ഷയാണ് കയറി ചെല്ലുന്ന വീട് ഒരു സ്വർഗ്ഗമാക്കി എടുക്കണം, അച്ഛനെ അമ്മേനെ പൊന്നുപോലെ സ്നേഹിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണം. എല്ലാ പെൺകുട്ടികളും ഇത് വിചാരിച്ച് തന്നെയാണ് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. പക്ഷേ അവിടെ ചെന്ന പിറ്റേ ദിവസം മുതൽ ദിവ്യ ഫേസ് ചെയ്യേണ്ടി വന്നത് നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളായിരുന്നു. അതായത് കല്യാണത്തിന് മുമ്പ് വരെ നമുക്കറിയാം, പെൺകുട്ടികളൊക്കെ രാവിലെ ഒരു 9-10 മണി വരെയൊക്കെ കടന്നുറങ്ങുന്നവരായിരിക്കും സ്വന്തം വീട്ടിൽ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഹസ്ബൻഡിൻ്റെ പേരൻസ് രാവിലെ 4 മണിക്ക് എണീക്കും. അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികളൊക്കെ തുടങ്ങും. രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് അടുക്കളയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം ദിവ്യയും ആ കൂടെ കൂടണം. ഇത് ദിവ്യനെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇതുവരെ വെളുപ്പിനെ 6 മണിക്ക് പോലും എണീറ്റിട്ടില്ലാത്ത കുട്ടി വെളുപ്പിനെ 4 മണിക്ക് എണീക്കേണ്ട ആവശ്യം വന്നു. കാരണം ഹസ്ബൻഡിൻ്റെ പേരൻസ് ഒറ്റയ്ക്ക് അടുക്കളയിൽ കിടന്ന് പണിയെടുക്കുമ്പോൾ ഈ കുട്ടി എങ്ങനെ കിടക്കും? ഈ കുട്ടിക്കും എണീക്കേണ്ടി വന്നു. അപ്പോൾ ഹസ്ബൻഡും പറയുന്നുണ്ട്, നീ ഒന്ന് അടുക്കളയിൽ ചെല്ലുക, അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, അവർ പ്രായമായവരല്ലേ എന്നൊക്കെ ഹസ്ബൻഡും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ദിവ്യ കയറി ചെന്ന വീട്ടിൽ ഫസ്റ്റ് ഇംപ്രഷൻ കളയേണ്ടതെന്ന് കരുതി തന്നെ അവള് ഇതുവരെ ചെയ്യാത്ത കാര്യമായിരുന്നു ആ രാവിലെ എണീക്കുക എന്നുള്ളത്. അങ്ങനെ എണീറ്റ് ഇവരുടെ കൂടെ കൂടി ചെറിയ ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരു അന്നത്തെ ദിവസമൊക്കെ അങ്ങനെയൊക്കെ കടന്നുപോയി. അപ്പം ഇത് ദിവ്യനെ സംബന്ധിച്ച് ആ ഫസ്റ്റ് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നി. കാരണം ഇത്രയും വെളുപ്പിനെ ഞാൻ എണീക്കണം, എൻ്റെ കല്യാണം ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ, ഇത്രയും വെളുപ്പിനെ ഞാൻ പിറ്റേ ദിവസം എണീക്കേണ്ടി വന്നല്ലോ എന്നൊരു ഇതും, പിന്നെ തലേ ദിവസം ഉറങ്ങാത്തതിൻ്റെ ക്ഷീണമൊക്കെ അവളെ കുറേ ബുദ്ധിമുട്ടിച്ചു. പിന്നെ അവർ കല്യാണം കഴിഞ്ഞ് പുതുമോടികളാണ്. അവർ പല വിരുന്നിനൊക്കെ പോകും. അങ്ങനെയൊക്കെയായിരുന്നു ആ ഒരാഴ്ച. അങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയൊക്കെ കടന്നുപോയി. പിന്നെ പ്രശ്നങ്ങളുടെ തുടക്കമായിരുന്നു. കാരണം ഈ രാവിലെ എണീക്കുക എന്നുള്ളത് ദിവ്യനെ സംബന്ധിച്ചൊരു ഹെക്റ്റിക്, ഒരു ഭയങ്കര ഭാരമുള്ളൊരു ജോലിയായിരുന്നു. എങ്കിലും അവൾ മാക്സിമം 4 മണിക്കൊക്കെ എണീക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ലേറ്റായ ഒരു 4:30-ക്കൊക്കെ എണീറ്റെന്നിരിക്കാം. ആ സമയത്ത് എണീറ്റ് അടുക്കളയിൽ പോയി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അതുപോലെ ഈ പേരൻസ് എപ്പോഴും വർക്കഹോളിക്, ഒരു വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ട് നടക്കും. ദിവ്യയ്ക്കൊന്നും ശീലവും ഇല്ല. ദിവ്യയും വീട്ടിൽ ഇങ്ങനെ അവരുടെ കൂടെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ട് നടക്കാൻ തുടങ്ങി. പിന്നെ ഓരോ പ്രശ്നങ്ങൾ അവിടെ ഉടലെടുക്കാൻ തുടങ്ങി. അതായത് അമ്മായിമ്മയുടെ കുറച്ച് നിബന്ധനകൾ അവിടെ വരാൻ തുടങ്ങി. കുളിച്ചിട്ട് അടുക്കളയിൽ കയറുക, രാവിലെ എണീറ്റ് കുളിച്ച് വൃത്തിയായി കുങ്കുമമൊക്കെ തൊട്ട് അടുക്കളയിൽ കയറുക. അതുപോലെ പീരീഡ്സ് ആയാൽ അടുക്കളയിൽ കയറരുത്, പച്ചക്കറി അരിയരുത്, ഇങ്ങനെ കുറച്ച് നിബന്ധനകൾ. അതുപോലെ വൈകിട്ട് 6 മണിയായാൽ കിടക്കരുത്, 6 മണിക്ക് മുമ്പ് കിടക്കരുത്, ഉച്ചയ്ക്ക് കിടന്നുറങ്ങരുത്. പിന്നെ ദിവ്യ ചെയ്യുന്നതിലെല്ലാം കുറ്റവും കുറവും കണ്ടുപിടിക്കുക. എല്ലാം അമ്മായിമ്മ നൈസായിട്ടാണ് പറയുന്നത്. അങ്ങനെയല്ല, ഇവിടെ ഈ വീട്ടിൽ ഇങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലാണ്
രീതിയിലാണ് അമ്മായിമ്മ, ഒരു സ്റ്റൈൽ അറിയാമല്ലോ, ആ ഒരു രീതിയിലാണ് അവർ പറയുന്നത്. ഒരു ദിവസം ദിവ്യക്ക് മീൻകറി കഴിക്കാൻ കൊതി തോന്നി. അപ്പം ദിവ്യ അത് അമ്മായിമ്മയോട് പറയണം, അമ്മ നമുക്കിന്ന് മീൻ, അതായത് അവരുടെ വീട്ടിൽ തേങ്ങ അരച്ച് വയ്ക്കുന്നത്. അപ്പം ദിവ്യക്ക് മുളക് അരച്ച് കഴിക്കാൻ കൊതി തോന്നി. ദിവ്യ പറഞ്ഞു, അമ്മേ നമുക്ക് മുളക് അരച്ചെന്ന് വെച്ചാലോ. അപ്പം അമ്മായിമ്മ പറഞ്ഞു, അത് ഈ വീട്ടിലെല്ലാവർക്കും തേങ്ങ അരച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം, മുളക് അരച്ചിവിടെ വെക്കാറില്ല ആ രീതിയിൽ. അപ്പോൾ ദിവ്യക്ക് അത് ഭയങ്കരമായിട്ട് സങ്കടമായി. എന്നിട്ടും അവള് സാരമില്ല, ഈ വീട്ടിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അവള് മീനൊക്കെ അന്ന് ഉണ്ടാക്കി കറി കൂട്ടിയൊക്കെ കഴിച്ചു. അങ്ങനെ ഈ കുട്ടിക്ക് എന്തൊക്കെ ഇഷ്ടങ്ങളുണ്ടോ അതൊന്നും ആ വീട്ടിൽ നടക്കാതായി. ഇതിനിടയിൽ അവൾക്ക് പയ്യെ മടുത്തു തുടങ്ങി. കാരണം ഈ ഒരു സാഹചര്യം, ഈ ഒരു സിറ്റുവേഷൻ മടുത്തു തുടങ്ങി. കാരണം അവളെ അല്ല, ആ വീട്ടിൽ അവളെ അല്ലാതെയാണ് അവൾ നിൽക്കുന്നത്. അവളുടെ കളിച്ചിരികൾ പോയി, തമാശ എല്ലാം അവൾ മറന്നുപോയി, സീരിയസ് ആവാൻ തുടങ്ങി. അതുപോലെ വീട്ടിൽ പോകാൻ വേണ്ടി, സ്വന്തം വീട്ടിലേക്ക് പോകാൻ വേണ്ടി അവൾക്ക് അമ്മായിമ്മയുടെയും അമ്മായച്ചൻ്റെയും അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കണം. കാരണം അവർ സമ്മതം കൊടുക്കണം. ഞാൻ പൊക്കോട്ടെ അമ്മേ, നാളെ ഞാൻ എൻ്റെ വീട്ടിൽ പൊക്കോട്ടെ, 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരാം, ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോഴേ അവരുടെ മുഖം മാറുക, ഈ പേരൻസിൻ്റെ അമ്മായിമ്മയുടെയൊക്കെ മുഖം മാറുക. അവർ പറയും, പോയിട്ട് നാളെ കഴിഞ്ഞ് വരും, ഇപ്പോൾ പോയിട്ട് എന്താ ആവശ്യം, അവിടുന്ന് കഴിഞ്ഞ ആഴ്ചയല്ലേ ഒന്ന് പോയതെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ തിരിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇവക്ക് കല്യാണം കഴിഞ്ഞ് വന്നൊരു സമയമല്ലേ, പല ആഗ്രഹങ്ങളും കാണുന്നു, വീട്ടിൽ പോകണം, അച്ഛനെ അമ്മേനെ കാണണമെന്നൊക്കെ. പക്ഷെ ഈ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ഇതൊക്കെ ദിവ്യക്ക് അങ്ങ് ഭയങ്കര മടുപ്പായിപ്പോയി. ഇതിൻ്റെ ഇടയിൽ ഈ പ്രശ്നത്തെ ചൊല്ലി തന്നെ ചെറിയ വഴക്കുകളൊക്കെ അവിടെ നടന്നു. മാത്രമല്ല, കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ മാസം തന്നെ അമ്മായിമ്മ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി, കുട്ടികൾ വേണമെന്ന്, ഉടൻ തന്നെ കുട്ടികൾ വേണമെന്ന്. അപ്പം ദിവ്യനെ സംബന്ധിച്ച് ചെറുപ്രായമാണ്, 23 വയസ്സേ ഉള്ളൂ. അവൾക്ക് ഉടനെ കുട്ടികൾ വേണ്ടെന്നായിരുന്നു. എങ്കിലും ഇവക്ക് പീരീഡ്സ് ആവുന്ന ഓരോ മാസവും അമ്മായിമ്മയ്ക്ക് മനസ്സിലാവും, ഇവളുടെ ഒരു വയ്യായികയൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. അമ്മായിമ്മ ഇവളെ വഴക്ക് പറയാൻ തുടങ്ങി, നിന്നോട് പീരീഡ്സ് ആവരുതെന്നല്ലേ പറഞ്ഞേക്കുന്നത്, ഇനി പീരീഡ്സ് ആയാലും നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടും, ഇങ്ങനെയൊക്കെ ഓരോ ഡയലോഗൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ അവൾക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പേരിലൊക്കെ ഇവള് ഹസ്ബൻഡിനോടും പരാതി പോലെ പറയും. പക്ഷേ ഹസ്ബൻഡിന് ഒരു പരിധിക്കപ്പുറം കൂടുതൽ തൻ്റെ പേരൻസിനെ ഉപദേശിക്കാനോ വഴക്ക് പിടിക്കാനോ ഒന്നും പറ്റാണ്ടായി. ഇങ്ങനെ കുറേ നാളുകൾ ദിവ്യ സഹിച്ചും പിടിച്ചും ഒക്കെ മുന്നോട്ട് പോയി കേട്ടോ. വീട്ടിലെ പണികളൊക്കെ ചെയ്തും, നല്ലൊരു ജോലി ഉണ്ടായിരുന്ന കുട്ടിയാണ്. കല്യാണം കഴിഞ്ഞപ്പം ഒരു സാഹചര്യം കൊണ്ട് ജോലിയൊക്കെ റിസൈൻ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് അടുത്തൊരു ജോലിക്ക് ട്രൈ ചെയ്തിട്ടും കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് ആ വീട്ടിൽ പെട്ടുപോയ ഒരവസ്ഥയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ദിവ്യയുടെ. അപ്പോൾ പെട്ടിരിക്കുന്ന ഒരവസ്ഥ അറിയാലോ, നമ്മളല്ലാണ്ട് രീതിയിൽ പെരുമാറുന്നതും ഈ കൂടെ പേരൻസുമായിട്ടുള്ള വഴക്കുമൊക്കെ നമ്മൾ ഒരുപാട് തളർത്തും. മാത്രമല്ല, സ്വന്തം വീട്ടിലേക്കും പോകാൻ പറ്റുന്നില്ല. ഇനി സ്വന്തം വീട്ടിൽ നിന്ന് ആരെങ്കിലും ഫോൺ വിളിച്ചാൽ തന്നെ അവരുമായിട്ടൊരു സമയത്തിനപ്പുറം സംസാരിക്കുന്നൊന്നും ഈ അമ്മായിമ്മയ്ക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഇവർ അതിൻ്റെ പേരിൽ വരെ ദിവ്യയായിട്ട് വഴക്കുണ്ടാക്കും. അപ്പം ഇതെല്ലാം ദിവ്യനെ മാനസികമായിട്ട് ഒരുപാട് തളർത്തി. ഹസ്ബൻഡിനോട് പറയുമ്പോൾ ഹസ്ബൻഡ് ദിവ്യയോടാണ് ചൂടാവാൻ തുടങ്ങിയത്. നീ എന്തിനാ ഒരുപാട്, നിനക്ക് അമ്മ പറഞ്ഞതനുസരിച്ചാൽ പോരെ, കേട്ടാ പോരെ എന്നൊക്കെ പറഞ്ഞ് ഹസ്ബൻഡും തിരിച്ച് ദിവ്യയോട് ഭയങ്കരമായിട്ട് ചൂടാവാനൊക്കെ തുടങ്ങി. അത് ദിവ്യയ്ക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ ഒരു തട്ടിമുട്ടി ഇങ്ങനെയൊക്കെ തന്നെ കുറേ നാൾ പോയി. ഇതിനിടെ ദിവ്യ പ്രഗ്നൻ്റായി, ഒരു കുഞ്ഞൊക്കെയായി. കുഞ്ഞായി കഴിയുമ്പോഴെങ്കിലും അമ്മായിമ്മ ഇച്ചിരി ഒന്ന് സ്നേഹിക്കും എന്നൊക്കെ ദിവ്യക്ക് തോന്നി. പക്ഷെ അതുകൊണ്ട് മാറ്റമില്ലായിരുന്നു. അമ്മായിമ്മയുടെ സ്വഭാവം പഴയ പോലെ തന്നെ. പക്ഷെ ഒരു കുട്ടിയായി കഴിഞ്ഞപ്പോൾ ദിവ്യയുടെ സ്വഭാവം ആകെ ചേഞ്ചായി. കാരണം എന്താണെന്നറിയില്ല, അവൾ എന്നോട് പറയാണ്, പിന്നെ മാഡം ഞാൻ ഒന്നും നോക്കിയില്ല, എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ച് ദേഷ്യപ്പെടും, ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെ ഭയങ്കര വഴക്കാവും. വഴക്കെന്ന് പറഞ്ഞാൽ ആ വീട് മൊത്തത്തിൽ വഴക്കാവും. ഞാനും എൻ്റെ ഹസ്ബൻഡും അമ്മായിച്ചനും എല്ലാവരും തമ്മിൽ വഴക്കാവും. എനിക്ക് എല്ലാവരോടും പിന്നെ ദേഷ്യമായിരുന്നു. ഞാൻ എന്നെ ഫോൺ വിളിക്കുന്നവരോടും ഒക്കെ ദേഷ്യമാവും. മാക്സിമം ഞാൻ ആരുമായിട്ടും കോണ്ടാക്റ്റ് വെക്കുന്നത് നിർത്തി. എൻ്റെ ഫ്രണ്ട്സിനെ പോലും വിളിക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാണ്ടായി. അത്രയും ഞാൻ ഒതുങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി ഇങ്ങനെ അതിൻ്റെ പ്രശ്നങ്ങളും സങ്കടങ്ങളും എല്ലാം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ ഈ കുട്ടി എന്നോട് പറഞ്ഞൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു ദിവസം അമ്മായിമ്മയും അമ്മായിച്ചനും അവർ വീട്ടിൽ തന്നെ, അവർക്ക് ജോലിയില്ല, അവർ വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പം അവർ രണ്ടുപേരും ബന്ധു വീട്ടിൽ പോയി. 3 ദിവസത്തേക്കാണ് പോയത്. ആ 3 ദിവസം അവരില്ലാത്ത ആ ഒരു സമയം മാഡം എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെയായിരുന്നു. ഞാനായിട്ട് ആ വീട്ടിൽ നിന്നു. അതായത് എനിക്ക് രാവിലെ 4-5 മണിക്കൊന്നും എണീക്കേണ്ട കാര്യമില്ല.
എനിക്ക് തോന്നി എൻ്റെ ഉറക്കം തീർന്നതിന് ശേഷം എനിക്ക് എണീറ്റാൽ മതിയായിരുന്നു. എൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യം നോക്കി എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമുള്ളതൊക്കെ വെച്ചുണ്ടാക്കി, എനിക്കും ഇഷ്ടമുള്ള പോലെ വെച്ചുണ്ടാക്കി ഞാൻ ആ വീട്ടിൽ 3 ദിവസം നിൽക്കുകയായിരുന്നു. 3ാമത്തെ ദിവസം വൈകുന്നേരം അവർ വരുമെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മനസ്സ് ഭയങ്കര വേദനയായിരുന്നു. എൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കൂടി, എനിക്ക് ഭയങ്കര വയ്യാഴികൾ, ടെൻഷൻ, പേടി എല്ലാം കൊണ്ട് ഞാൻ ആകെ തകർന്നു പോകുമായിരുന്നു. അവർ 3ാമത്തെ ദിവസം വരുമെന്ന് അറിഞ്ഞപ്പോൾ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെയൊക്കെയാണ് ഞാൻ കടന്നു പോയത്. ഇനി ഞാൻ എന്ത് ചെയ്യും മാഡം? കാരണം എനിക്ക് വേറെ ഒരു വഴിയുമില്ല. ഞാൻ ഇവരുടെ കൂടെ ഇങ്ങനെ താമസിച്ചു പോവുകയാണ്. ഇനി രാവിലെ എണീക്കാൻ ഇച്ചിരി നേരം ഒന്ന് താമസിച്ചാലോ ഇവർ അടുക്കളയിൽ കിടന്ന് പാത്രം എറിഞ്ഞു പൊട്ടിക്കുന്ന ശബ്ദം വരെ ഞാൻ കേൾക്കും. അത്രയും ഞാൻ കടന്നു പോകുന്നുണ്ട്. ഓരോ രാവിലെ ഞാൻ പേടിച്ച് എണീക്കുന്നത്. കാരണം സമയം പോയല്ലോ, എണീക്കാൻ ലേറ്റ് ആയല്ലോ എന്ന് ഓർത്ത് പേടിച്ചാണ് എണീക്കുന്നത്. ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞു, ദിവ്യ, നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണ്, നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ടത് നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുകയാണ് ചെയ്യേണ്ടത്. സ്വന്തം കാലിൽ നിൽക്കുക. നിങ്ങൾ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ജോലി നിങ്ങൾ നോക്കുക. എന്തായാലും അമ്മായിയമ്മയും അമ്മായിച്ചനും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, അവർ കുട്ടീനെ നോക്കിക്കോളൂ. അവർ കുട്ടി മകൻ്റെ കൊച്ചല്ലേ, ആ കൊച്ചിനായിട്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഒന്നുമില്ല. അവർ കൊച്ചിനെ നോക്കിയിരുന്നോളും. നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കണം. നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ജോലി കണ്ടെത്തുക, പഠിച്ച വിഷയമായിട്ട് ജോലിക്ക് പോവുക. പിന്നെ ഇത്രയും പ്രശ്നമായിട്ട് നിങ്ങൾക്ക് ആ വീട്ടിൽ നിങ്ങളായിട്ട് നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു ഹസ്ബൻഡുമായിട്ട് സംസാരിച്ച് ഒരു വാടക വീടെടുത്ത് മാറുന്നതിനെ പറ്റി ആലോചിക്കുക. അതായിരിക്കും ഏറ്റവും ഉചിതമായ തീരുമാനമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, മാഡം എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട് എനിക്കൊരു വീടെടുത്ത് മാറാൻ വേണ്ടി, പക്ഷെ എൻ്റെ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല. ഹസ്ബൻഡിൻ്റെ സമ്മതത്തെക്കാൾ കൂടുതലും എൻ്റെ അമ്മായിയമ്മയും അമ്മായിച്ചനും അവർ സമ്മതിക്കുന്നില്ല. അവർക്കും അറിയാം ഞങ്ങൾ ഇടയ്ക്കൊന്ന് പ്ലാൻ ചെയ്തതാണ്, ഒന്ന് വീട് മാറിയേക്കാം, പക്ഷേ അവരിതെങ്ങനെയൊക്കെ അറിയും, അവർ സമ്മതിക്കത്തില്ല. അവർ അത് വീട് മാറേണ്ട കാര്യമില്ല, ഇവിടെ ഇത്രയും നല്ല വീട് നിങ്ങൾക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരൊരറ്റത്തുനിന്ന് ബഹളം തുടങ്ങും. അതുകൊണ്ടാണ് ഞങ്ങൾ ആ തീരുമാനം അങ്ങ് ഡിലേ ആക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡും റെഡിയല്ല ഒരു വാടക വീടെടുത്ത് മാറാൻ വേണ്ടി. പക്ഷേ ഇങ്ങനെ അവരോട് എനിക്ക് നിൽക്കാനും പറ്റത്തില്ല മാഡം, കാരണം ഓരോ ദിവസവും ഞാനിങ്ങനെ ഉരുകി ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ദിവ്യ, എങ്ങനെയും നിങ്ങൾക്ക് സന്തോഷമായിട്ടും സമാധാനമായിട്ടും നിങ്ങൾക്ക് നിങ്ങളായി തന്നെ നിൽക്കണമെങ്കിൽ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വാടക വീടെടുത്ത് മാറുക എന്നത് മാത്രമാണ്. ഈ ഹസ്ബൻഡിൻ്റെ സമ്മതം വേണമെങ്കിൽ അദ്ദേഹത്തെ ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്യാം, ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം. ദിവ്യ പറഞ്ഞ്, മാഡം എങ്കിലൊന്ന് ഹസ്ബൻഡിനോട് സംസാരിച്ചാൽ കൊള്ളാമായിരുന്നു, പക്ഷേ ഹസ്ബൻഡ് വരത്തില്ല, കൗൺസിലിങ്ങിന് അദ്ദേഹം എന്തായാലും വരത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ന്യായവും പറയാനുണ്ട്. പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരൻസാണ്, ഇത്ര നാൾ കഷ്ടപ്പെട്ട് വളർത്തിയവരാണ്, അവരെ വിട്ടുപോകാൻ അദ്ദേഹം റെഡിയല്ല. പക്ഷേ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എനിക്ക് ആ വീട്ടിൽ നിൽക്കാനും പറ്റത്തില്ല, എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകാനും എനിക്ക് പറ്റത്തില്ല. കാരണം എനിക്ക് താഴെ 2 പേരാണ് ഉള്ളത്, ഒരു പെൺകുട്ടിയും കൂടി ഉണ്ട്, അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞാൻ ആ വീട്ടിലൊരു ബാധ്യതയായിട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ദിവ്യ എൻ്റെ മുമ്പിൽ കരയാൻ തുടങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞു, ദിവ്യ, നിങ്ങൾ ഇത്രയും പാവമാവരുത്. നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങൾക്ക് ഉള്ള നല്ല ഓപ്ഷൻ ഇത് തന്നെയാണ്. നിങ്ങൾ ഹസ്ബൻഡിനോട് തുറന്ന് സംസാരിക്കൂ. നിങ്ങൾ എങ്ങനെയും ആ വീട് മാറി കുറച്ച് അടുത്താണെങ്കിലും നിങ്ങളൊന്ന് വേറെ വീട്ടിലേക്ക് താമസം മാറുമെന്ന് ഞാൻ ദിവ്യനെ കുറേ കൺവിൻസ് ചെയ്തു. ദിവ്യ പറഞ്ഞാൽ ഞാൻ ശ്രമിക്കാൻ വേണം, ഞാൻ ഒന്നുകൂടെ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുന്നു. ആ ചെന്ന അന്ന് തന്നെ ദിവ്യയായിട്ട് പേരൻസ് വീണ്ടും വഴക്കുണ്ടാക്കുന്നു. എന്തിനാണെന്നറിയാമോ? ദിവ്യ കൗൺസിലിങ്ങിന് പോയത് അറിഞ്ഞിട്ട് ഇവർ കിടന്ന് വഴക്കുണ്ടാക്കിയത്. എന്തിനാണ് ചോദിക്കാതെയും പറയാതെയും കൗൺസിലിങ്ങിന് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പേരൻസുമായിട്ട് നല്ല വഴക്ക്. ആ ദിവസം നല്ല വഴക്കായിരുന്നു. ദിവ്യയ്ക്ക് അതോടെ അവളുടെ സമനില തെറ്റിയതുപോലെയായി. അവൾ ആ വീട്ടിൽ കിടന്ന് ഒച്ച വെച്ചു, ഭയങ്കരമായിട്ട് ബഹളം വെച്ചു. ഈ സമയം ഹസ്ബൻഡ് കയറി വരുന്നു. ഹസ്ബൻഡിനോട് ഇവള് പറഞ്ഞു, ആ ദേഷ്യത്തിൽ തന്നെ ഹസ്ബൻഡിനോട് ഇവള് പറഞ്ഞു, ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് ആരെങ്കിലും ഒരാളെ ഈ വീട്ടിൽ കാണത്തേ ഉള്ളൂ. നിങ്ങൾക്ക് എന്നെ പറ്റത്തില്ലെങ്കിൽ ഇപ്പം പറ, ഞാൻ ഈ വീട് വിട്ട് എൻ്റെ കൊച്ചിനെ വിളിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങും. ഇങ്ങനെ സീരിയസ് ആയിട്ട് ദിവ്യ പറയുന്നത് ഹസ്ബൻഡും ആദ്യമായിട്ട് കേൾക്കുക. അദ്ദേഹം ഒരു നിമിഷം പകച്ചുപോയി. ദിവ്യ പറഞ്ഞു, നമുക്ക് വേറെ വീട് എടുത്ത് താമസിക്കാം ചേട്ടാ, കാരണം എനിക്കിവിടെ പറ്റത്തില്ല, നമുക്ക് താമസിച്ച് നോക്കാം, വേറെ വീടെടുത്ത് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മ്യൂച്വലി നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കാം. പക്ഷേ ഇതൊരു ഓപ്ഷനാണ്, എനിക്ക് കുറച്ച് സമാധാനത്തിന്, നിങ്ങളുടെ സമാധാനത്തിന്, എല്ലാവരുടെ സമാധാനത്തിനെന്ന് പറഞ്ഞ് അയാൾക്ക് കുറച്ച് കൺവിൻസ് ആയി കേട്ടോ. ദിവ്യ പറഞ്ഞത്. അയാൾ പറഞ്ഞു, ശരി നമുക്ക് നോക്കാം. അങ്ങനെ ഒരു വാടക വീട്ടിലേക്ക് മാറി കേട്ടോ. വാടക വീട്ടിലേക്ക് മാറി ഇന്ന് കുറേ നാളുകൾ കഴിഞ്ഞു. അവർ
ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വീട് മാറിയപ്പോൾ തന്നെ ദിവ്യയ്ക്ക് സമാധാനമായി. കാരണം അവൾക്ക് അവളായിട്ട് തന്നെ പെരുമാറാൻ സാധിക്കുന്നുണ്ട്. അവൾക്ക് പഴയ സ്വാതന്ത്ര്യം എല്ലാം തിരിച്ചു കിട്ടി. അവളുടെ ഇഷ്ടത്തിന് അവൾക്ക് ജീവിക്കാം. അവൾക്ക് ഉറക്കം തീരുന്നത് വരെ കടന്നുറങ്ങാം, തോന്നുമ്പോൾ എണീക്കാം, രാവിലെ ഇഷ്ടമുള്ള ഭക്ഷണം ഹസ്ബൻഡിനും കുട്ടിക്കും വെച്ചു കൊടുക്കാം. അതുപോലെ ഈ പേരൻസിനെ കാണാനാണെങ്കിലും ആഴ്ചയിൽ ഒന്നൊക്കെ അവരുടെ അടുത്തും പോകാം. അങ്ങനെ ഒരു ലൈഫ് ദിവ്യയ്ക്ക് കിട്ടി. അത് ഹസ്ബൻഡിനും ഭയങ്കര റിലാക്സ്ഡ് ആയി. കാരണം ഹസ്ബൻഡ് ഓർത്തത് ഞാൻ ഇനി വീട് മാറിപ്പോയാൽ ഇവളെന്നെ പൂർണ്ണമായിട്ട് ഇവളുടെ ഒരു ഇതിലാക്കും, എൻ്റെ പേരൻസുമായിട്ടൊന്നും എനിക്ക് ബന്ധം വെക്കാൻ പറ്റത്തില്ലായിരിക്കും എന്നൊക്കെയാണ് ഹസ്ബൻഡും വിചാരിച്ചത്. പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. എല്ലാം നല്ല പോസിറ്റീവായിട്ട് വരികയാണ് ചെയ്തത് കേട്ടോ. ദിവ്യയുടെ മിടുക്കാണ് ശരിക്കും പറഞ്ഞാൽ. ദിവ്യ പെരുമാറേണ്ട പോലെ പെരുമാറിയോണ്ടാണ്. കാരണം ആ കുട്ടി അങ്ങനെ ഒരു കുട്ടിയാണ്. അത് കല്യാണത്തിന് മുമ്പ് നല്ലൊരു ആളാണ്. അപ്പോൾ ആ സ്വഭാവമാണ് റിയൽ സ്വഭാവം. ബാക്കിയെല്ലാം സാഹചര്യം കൊണ്ട് വന്ന ക്യാരക്ടറാണ്. അപ്പോൾ ആ കുട്ടിയുടെ റിയൽ സ്വഭാവം അതെടുത്ത് നിൽക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിക്കായി. ഈ റിയൽ സ്വഭാവം വെച്ച് തന്നെയാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ പേരൻസിനോട് ഈ കുട്ടി പെരുമാറിയത്. പക്ഷെ അവർക്കെന്തോ അവർ ഭർത്താവിൻ്റെ മകൻ്റെ ഭാര്യനെ ഒരു അടിമയെ കാണുന്ന പോലെയോ എങ്ങനെയൊക്കെയാണ് അവർ കണ്ടതെന്ന് എനിക്ക് ഓർക്കുമ്പോൾ തന്നെ ഇതുപോലെ ഒരുപാട് കേസുകൾ ഉണ്ട് കേട്ടോ. അതായത് ഇന്നത്തെ സമൂഹത്തിൽ കാണുന്ന ഇന്നത്തെ ജനറേഷനൊക്കെ കുറേ കൂടി മാറി. കാരണം ഇന്നത്തെ ജനറേഷനൊക്കെ കല്യാണം കഴിഞ്ഞ് അവർ എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവർക്കും ജോലിയുണ്ട്, അവരവരുടെ കാര്യങ്ങൾ നോക്കി തന്നെ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു 80s 90s കാലഘട്ടത്തിലൊക്കെ കല്യാണം കഴിച്ചവരുടെ അവസ്ഥ, അവരൊക്കെ കുറേ എന്താ പറയുക, കുറേ കഷ്ടപ്പെട്ടിട്ടുമുണ്ട്, കുറേ അവർ അനുഭവിച്ചിട്ടുമുണ്ട്. അതുപോലെ ഇവരുടെ പേരൻസിൻ്റെ, ഈ ഹസ്ബൻഡിൻ്റെ പേരൻസിൻ്റെ ഒരു വിചാരമാണ് മകൻ്റെ ഭാര്യ എന്നത് ഞങ്ങളുടെ അടിമയാണ്, ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മകൻ കെട്ടിക്കൊണ്ട് വരുന്നതാണ് എന്നൊരു ചിന്താഗതി. ആ ചിന്താഗതി നിങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റണം. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവരിൽ ഏതെങ്കിലും ഒരു അമ്മായിയമ്മ അമ്മായിച്ചനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവോ ആയിരിക്കും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മക്കൾക്ക് ലൈഫ് ലോങ് മരണം വരെ കൂടെ കാണാനുള്ളത് അതെ അവരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവേ ഉള്ളൂ. ഈ ലോകത്ത് തന്നെ അങ്ങനെയാണ്. നമുക്കിപ്പോൾ സ്വന്തമായിട്ട് എത്ര ബന്ധുക്കളുണ്ടെന്ന് പറഞ്ഞാലും, ഇപ്പം അമ്മയുണ്ട്, അച്ഛനുണ്ട്, കൂടപ്പിറപ്പുണ്ട്, മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞാലും നമ്മളോട് അവസാനം വരെ കാണുന്നത് നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം. അവരുടെ വഴിക്ക് വിട്ടേക്കണം. അവർ കല്യാണം കഴിച്ച് അവരൊരു ജീവിതം തുടങ്ങേണ്ടവരാ. അവർ രണ്ടുപേരും എങ്ങനെയും അവരവരുടേതായ രീതിക്ക് ജീവിച്ചോളും. നിങ്ങളതിൽ ഇടപെടാതിരിക്കുക. ആ കുട്ടി വന്നു കയറുന്ന പെൺകുട്ടീനെ നിങ്ങൾ അടിമയായിട്ട് കാണാതിരിക്കുക. അടിമ മീൻസ് എന്താ പറയുന്നത്, പലരും ഇന്നും അടിമയായിട്ട് കാണുന്ന പലരും ഉണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച കൂടി എൻ്റെ അടുത്തൊരു കേസ് വന്നതാ. ശരിക്കും ആ പെൺകുട്ടിയെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിച്ച് മിക്സിയിൽ അരയ്ക്കാൻ പാടില്ല, അരകലയിൽ തന്നെ അരയ്ക്കണം, ഇങ്ങനെ കുറേ നിബന്ധനകൾ, ഗ്യാസ് കത്തിക്കാൻ പാടില്ല, വിറകടുപ്പിൽ തന്നെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നിബന്ധനകൾ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. കാരണം അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യട്ടെ. എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ച് എന്ത് രസമായിരിക്കും ഈ ലോകം കാണാൻ. നമുക്ക് ആരെയും കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനും ഒന്നും അവകാശമില്ല. നമ്മൾ പറയുന്നത് നമ്മൾ ഇത് ചെയ്യും, നീ ഇത് ചെയ്യല്ലേ, നീ അത് ചെയ്യുക, അങ്ങനെ പറയുന്ന പോലെ ചെയ്യേണ്ട കാര്യം ആർക്കും ഇല്ല. എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. പേരൻസ് മക്കളുടെ കാര്യത്തിൽ ഇടപെടാതിരുന്നാൽ തന്നെ നമ്മുടെ ലോകം നന്നാകും. കുറേയൊക്കെ എത്രയോ കേസുകളാണ് ഇപ്പം വരുന്നതൊക്കെ. പത്രം എടുത്ത് നോക്കിയാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകും. അപ്പം അതിലൊരു ഒരുപാട് സ്ത്രീകൾക്ക് ഇത് കണക്റ്റ് ആവും തോന്നും ഈ ദിവ്യയുടെ കേസുമായിട്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻസിലൂടെ നിങ്ങൾ എഴുതി അറിയിക്കണം. ആരായാലും ഈ വീഡിയോ കാണുന്ന പുരുഷന്മാരും സ്ത്രീകൾക്കും എല്ലാം അവരുടേതായ അഭിപ്രായം കാണും. അതെല്ലാം കമൻസിലൂടെ നിങ്ങൾ എഴുതി അറിയിക്കണം കേട്ടോ. ഇതുപോലെ ഒരുപാട് കേസുണ്ട്. അടുത്ത കേസുമായിട്ട് ഞാൻ തുടർന്നുള്ള വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.